ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം അർഹതയുള്ള ആളുകളുണ്ട്. അവർക്ക് അവസരം കൊടുക്കുകയല്ലേ വേണ്ടത്. എത്ര മിടുക്കന്മാരുണ്ട് നമ്മുടെ പാർട്ടിയിൽ. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ആളുകൾ, അത്തരം ആളുകൾ കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ KPCC അധ്യക്ഷനെ എത്രയും പെട്ടെന്ന് നിയമിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം 101 ദിവസമായി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തിട്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് 3 മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് ഏറെക്കുറെ നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഒരു പ്രസിഡന്റിന് വേണം. ഒരു മുഴുവൻ സമയ പ്രസിഡൻ്റാണ് വേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വോക്ക് പ്രസിഡൻ്റ് അല്ല വേണ്ടത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കാര്യം ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഇന്ന് ഡൽഹിയിലുള്ളത്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. അദ്ദേഹം ഉടനടി തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പാർട്ടി സർക്കാർ ഏകോപനമില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ പാർട്ടി നേരത്തെ തീരുമാനങ്ങളൊക്കെ വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള വിമർശനം കൂടിയുണ്ട്. പാർട്ടി നിശ്ചലമായി നിൽക്കുമ്പം പാർട്ടിയുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ യാതൊരു യുക്തിയില്ല. അങ്ങനെ ഒരു പരാതി ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഗവൺമെൻറ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് വിനീതനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓണക്കാലം മാത്രം എടുത്ത് പരിശോധിക്കൂ. കഴിഞ്ഞ എത്ര വർഷക്കാലമായി ഇത്രയും ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഓണം കടന്നു പോയിട്ട്. ഓണം പൂക്കാലമാണ്, പക്ഷേ ഈ ഓണത്തെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറമല്ലേ. അത്രയേറെ സന്തോഷമുള്ളൊരു ഓണം സമീപകാലത്തൊന്നും തന്നെ കേരളത്തിലുണ്ടായിട്ടില്ല. അതാണ് സത്യം. പിന്നെ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന തരത്തിലാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ആ കാര്യത്തിൽ പരാതി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ദോഷൈക തൃക്കുകൾ അവർക്ക് എന്തും പറയാം. പോസിറ്റീവായുള്ള പല കാര്യങ്ങളുണ്ടാകുമ്പോൾ നെഗറ്റീവായ ചില കാര്യങ്ങൾ സർക്കാർ വിമർശന വിധേയമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ പാർട്ടി നിശ്ചലമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി. അതുകൊണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് KPCCക്ക് ഒരു അധ്യക്ഷൻ വേണം. അതേക്കുറിച്ചിട്ട് രണ്ടഭിപ്രായ മാർക്കുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഏകണ്ഠമായിട്ട് പറയുന്നുണ്ട്, പക്ഷേ താമസിക്കാൻ പാടില്ല. അതിന് നടപടിയെടുക്കേണ്ട ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി. കേരളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആരെക്കാളും നന്നായിട്ട് ദൈനംദിനമല്ല ഓരോ നിമിഷം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഇരട്ട പദവി വേണ്ട എന്നുള്ള ചില ആശയങ്ങൾ കൂടി ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഴിയുന്നിടത്തോളം 1 man 1 post, അതല്ലേ ശരി. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം അർഹതയുള്ള ആളുകളുണ്ട്. അവർക്ക് അവസരം കൊടുക്കുകയല്ലേ വേണ്ടത്. എത്ര മിടുക്കന്മാരുണ്ട് നമ്മുടെ പാർട്ടിയിൽ. കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ആളുകൾ, അത്തരം ആളുകൾ കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ ഒരു പദവി നോക്കൂ, ഔദ്യോഗികമായിട്ട് അവർക്ക് നിർവഹിക്കാൻ സാധിക്കാത്ത അത്തരം ജോലിയുണ്ട്. അത്തരം ആളുകൾക്ക് KPCC അധ്യക്ഷ പദവി കൂടി കൊടുത്താൽ അതൊരു കുട്ടികളെയും മാറും. അതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം.